നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. കോട്ടയത്തെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേകിച്ച് നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇത്രയും ദിവസം സംസ്കാര ചടങ്ങുകൾ നീട്ടിയത് അദ്ദേഹത്തിന്റെ മകൾ അമേരിക്കയിലായിരുന്നു. മകൾ നാട്ടിലെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ ഇത്രയും ദിവസം നീട്ടിയത്. അപ്പോൾ നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇനി മകൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദമ്പതികളുടെ മകൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു. CBI അന്വേഷണം നടക്കുകയാണ്. ആ കാര്യത്തിലൊക്കെ മകളുടെ ഒരു നിലപാട് എന്താണ് എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്? പുതിയ വിവരങ്ങൾ എന്നതിനേക്കാൾ ഉപരി കാരണം ഈ അമിത് തന്നെയാണോ യഥാർത്ഥ പ്രതി എന്നൊരു സംശയം നാട്ടുകാരിലടക്കം ഉയരുന്നുണ്ട്. കാരണം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഗൗതം കൊല്ലപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും നരഹത്യ കേസ് എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ കോട്ടയത്തെ ഈ ഒരു ഇരട്ട കൊലപാതകം അത്തരത്തിൽ ഒരു തുടരന്വേഷണത്തെ തടയിടുക എന്നുള്ളൊരു രീതിക്ക് നടത്തിയ കൊലപാതകമാണോ എന്ന് സംശയം വരും. അതായത് തുടക്കം മുതൽക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ തീർത്തും അതായത് ഒരു തീർത്താൽ തീരാത്ത പകയുടെ സ്ക്രിപ്റ്റ് ഒക്കെയാണ് ഈ അമിത് പോലീസിന് മുന്നിൽ പറയുന്നത്. അതായത് പല്ലൊക്കെ കടിച്ച് പിടിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് വിജയ വിജയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാള് പോലീസിന് മുന്നിൽ താൻ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയൊക്കെ പറയുന്നത്. പക്ഷെ തെളിവെടുപ്പിനിടയിൽ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. തെളിവെടുപ്പിനിടയിൽ പോലീസിന് പിന്നിലേക്ക് മറയുന്ന ഒരു അമിതിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അമിത് എങ്ങനെയാണ് പോലീസിന് മുന്നിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഈ വിജയ വിജയ എന്ന് അലറി വിളിച്ചുകൊണ്ട് ആ സമയത്ത് ഒരു രോഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. കാരണം ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അയാൾ ചിരിക്കുന്നുണ്ട്, പോലീസിനോട് കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ അയാളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പോലീസിന് പിന്നിലേക്ക് ചരിഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഒളിച്ചു കളിക്കുന്ന ഒരു പ്രതി പോലീസിന് മുന്നിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ വിജയ എന്ന് അലറി വിളിച്ചൊക്കെ പ്രതികരിക്കുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അതായത് അദ്ദേഹം നേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫീൽ ആകില്ല എന്ന് കരുതി അതൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെയാണ്. അപ്പൊ തന്റെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള അടങ്ങാത്ത പ്രതികാരമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ഈ ഒരു പല്ലൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് ഇയാളെ പറഞ്ഞതായിട്ടാണ് പോലീസ് പറയുന്നത്. പിന്നെ ഈ അറിയാം, അതായത് ഈ ഗൗതമിന്റെ മരണത്തോടുകൂടി ഈ ഭാര്യ വിജയകുമാറിന്റെ ഭാര്യ മീര മാനസികമായി തളർന്നിരുന്നു. അപ്പോൾ അതായത് മകളുടെ വിവാഹത്തിന് പോലും മീരയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. മാനസിക പ്രശ്നം തന്നെയാണ്. കാരണം അതോടുകൂടി പുറത്തേക്കൊന്നും പോയിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു എല്ലാ വിധത്തിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീരയ്ക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന അമിതിനെ തിരിച്ചറിയാൻ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടെന്നിരിക്കും. പക്ഷെ അമിത് പറയുന്നത് താൻ കൊലപാതകം, അതായത് ഈ വിജയകുമാറിന്റെ പുറത്ത് കയറിയെന്ന് കോടാലി കൊണ്ട് വെട്ടുമ്പോൾ വിജയ വിജയ എന്ന് അവിടെ ഇരുന്ന് ഉറക്കെ അലറുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ മീര പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് ആരാ എന്ന്. അപ്പോൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മീര മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം പുറത്ത് വന്നു കഴിഞ്ഞാൽ താൻ കുടുങ്ങുമെന്ന് കരുതിയിട്ട് കൊലപ്പെടുത്തുകയാണെന്ന്. പക്ഷേ ഇങ്ങനെ കൊലപ്പെടുത്തി എന്ന് ഇയാൾ പറഞ്ഞാൽ പോലും അതും വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം എല്ലാ തെളിവുകളും കൊണ്ട് മുന്നിൽ ഇട്ടു കൊടുത്ത ആള് താൻ പിടിക്കപ്പെടും എന്ന് കരുതുന്നു, അതുകൊണ്ട് അടുത്ത കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം വീടിന് മുന്നിലായി തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉപേക്ഷിക്കുന്നു. ഇയാൾ വരുന്ന വഴിയിൽ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല ഇയാള് മുഖം മറച്ചെത്തുന്നതോ ഒരു മാസ്ക് കൊണ്ട് പോലും ഇയാൾ മുഖം മറയ്ക്കുന്നത് നമ്മൾ ആരും കണ്ടിരുന്നില്ല. ഞാൻ ഒരു നിമിഷം ഇടപെട്ടോട്ടെ. അതായത് ഈ വിജയകുമാറിനെ ലക്ഷ്യമിട്ട് വരുന്നു, വിജയകുമാറിനെ കൊലപ്പെടുത്തുന്നു, അപ്പൊ മീര വരുന്നു, കൊലപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും ഒരു കൊലയാളിയെ സംബന്ധിച്ച് അത് സ്വാഭാവികമായിട്ടും നടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് അഫാന്റെ കേസിൽ നമുക്കറിയാവുന്നതാണ്. അബ്ദുൾ ലത്തീഫിനെ മാത്രം ലക്ഷ്യമിട്ട് അവിടെ എത്തി അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തി. ആ സമയത്താണ് അബ്ദുൾ ലത്തീഫിന്റെ ഭാര്യ അങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഭാര്യയും കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു കൊലയാളിയെ സംബന്ധിച്ച് ലക്ഷ്യം ഒന്നാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യം സന്ദർഭം അനുസരിച്ച് ചിലപ്പോ പലരെ കൊലപ്പെടുത്താനുള്ള ഒരു സന്ദർഭം ഒരുങ്ങി വന്നതായിരിക്കാം. ഈ അമിതാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്ന് അമിത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ അമിത് കൊലപാതകം നടത്തുന്നത് ഒരു ദൃശ്യങ്ങളും പതിഞ്ഞിട്ടില്ല. ഇതിന് പിന്നിൽ നമ്മൾ സംശയിക്കുന്നത് അമിതിനെ ഇറക്കിക്കൊണ്ട് മറ്റേതെങ്കിലും ടീം ഈ കൊലപാതകം നടത്തിയോ എന്നാണ്. എങ്ങനെയാണ് ഈ അമിത് ഇത്രയും, അതായത് ഈ മതില് ചാടി വീടിനുള്ളിലേക്ക് കടന്ന അമിത് ആ വീടിനുള്ളിലേക്ക് വന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡ്രിൽ ഉപയോഗിച്ച് ഈ ജനാല തുറന്ന് തന്റെ കൈ കൊണ്ട് ആ ഡോർ തുറക്കുന്നു, അകത്തേക്ക് കയറുന്നു, കോടാലി എടുത്തുകൊണ്ട് ഈ പറയുന്ന വിജയകുമാറിന്റെ നെഞ്ചിൽ കയറിയിരുന്ന് തുരുതുരെ വെട്ടുകയാണ്.
അദ്ദേഹത്തിന്റെ പുറത്തിരുന്നാണ് വെട്ടുന്നത്. എന്തുകൊണ്ട് ആ ബ്ലഡ് ഒരു തുള്ളി പോലും ഇയാളുടെ പുറത്തേക്ക് വീഴില്ല? അതൊരു ചോദ്യം തന്നെയല്ലേ. അതിനുശേഷം വരുന്ന ഭാര്യ മീരേനെയും ആക്രമിക്കുന്നുണ്ട്. ആ വീട്ടുജോലിക്കാരി പോലും പറയുന്നുണ്ട് രക്തം തളം കിട്ടിയ നിലയിലായിരുന്നു. അത്രത്തോളം ആ രക്തം അത്തരം ആ ഒരു സ്പ്ലാഷ് ആവേണ്ട സമയമാണ്. അതായത് ആ എന്തായിരുന്നാലും താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ ആ രക്തം പടരും. പക്ഷെ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ അത്തരത്തിലൊരു രക്തക്കറ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പോലീസും അങ്ങനെ പറഞ്ഞിട്ടില്ല, രക്തം പുരണ്ട വസ്ത്രം അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഇയാൾ നടന്നു പോകുമ്പോ പോലും ഒരു DVR കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇയാൾ നടന്നു പോകുന്നത്. യാതൊരു കൂസലുമില്ല. കാരണം ഒരു തെറ്റ് ചെയ്ത ഒരു പ്രതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ അയാളുടെ വസ്ത്രങ്ങളിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും നടന്നു പോകുമ്പോൾ സമീപത്ത് നിന്ന് ആരെങ്കിലും എതിരെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംശയപരമായി നമ്മൾ നോക്കില്ലേ, എന്തുകൊണ്ടാണ് ഇയാളുടെ ശരീരത്തിൽ ഇത്ര രക്തക്കറ എന്ന് പറഞ്ഞ് നോക്കും. അത്തരത്തിലൊന്നും തന്നെ അതുവഴി ആൾക്കാർ പോകുന്നുണ്ട്, ആരും തന്നെ അയാളെ നോക്കുന്നില്ല. ഇയാളൊരു DVR കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. രാത്രി ആയിരുന്നില്ല, അപ്പൊ രാത്രിയാണെങ്കിൽ പോലും ഈ വരുന്ന വാഹനത്തിന്റെ വെട്ടത്തിൽ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? അത്തരത്തിൽ ആരും തന്നെ സംശയം പ്രകടിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ വരുന്നു, DVR ഉപേക്ഷിക്കുന്നു, നേരെ തിരിച്ച് അതുപോലെ തന്നെ പോകുന്നു. അതായത് അയാളുടെ വസ്ത്രം പോലും ഒന്ന് ചുളുങ്ങുകയോ ഒന്ന് കീറുകയോ ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഇതിനിടയിൽ ഒരു പിടിവലിയോ വസ്ത്രങ്ങൾ വലിയുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അയാളത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ബലപ്രയോഗമോ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആ പ്രതിയാണ് കൊലപാതകം ചെയ്തതെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് കേരളത്തിലുള്ളവരെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലരും സംശയം പ്രകടിപ്പിക്കുന്ന ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അതായത് ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ മണിക്കൂറുകളോളമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ഈ CCTVയിലൊക്കെ പതിയും എന്ന് കൃത്യമായി മനസ്സിലാവുന്ന അമിത് അവിടെ തന്നെയുള്ള തൊട്ടടുത്തുള്ള ഒരു ഓട്ടോ വിളിക്കുന്നു. ആ വിഷ്വൽസ് ഒക്കെ ഒരു കടയ്ക്ക് മുന്നിലെ CCTVയിലൊക്കെ പതിയുന്നുണ്ട്. ആ ഓട്ടോയിൽ കയറുന്നു. ആ ഓട്ടോയിൽ കയറുമ്പോൾ ഇയാൾ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ സംശയം, അതായത് പെട്ടെന്നൊരു ഇതര സംസ്ഥാനത്തുള്ള ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ മലയാളം സംസാരിക്കുന്ന രീതിക്ക് നമ്മൾ നോക്കും. തീർച്ചയായിട്ടും അതിൽ അയാൾ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ അയാൾക്ക് ഒരു അറ്റൻഷൻ അവിടെ കിട്ടുകയാണ്. തിരിച്ച് ഇയാൾ ഓട്ടോയിൽ കയറുന്നു. വേറെ സംസാരമോ മറ്റൊന്നുമില്ല, മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സ്ഥലമെത്തി ഇറങ്ങുന്നു. ഒരു കടയുള്ള ഒരു CCTV ഉള്ള ഒരു കടയ്ക്ക് മുന്നിലാണ് ഇറങ്ങുന്നത്. തിരിച്ചയാൾ നടന്നു പോവാണ്. അപ്പോൾ പോലും താനൊരു കൊലപാതകം ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പതർച്ചയോ അല്ലെങ്കിൽ എന്നെ ഈ ഓട്ടോ ഡ്രൈവർ തിരിച്ചറിയുമെന്നുള്ള ഒരു യാതൊരു ആശങ്ക ഒന്നുമില്ലാതെ നേരെ കൂളായിട്ട് ക്യാഷ് കൊടുക്കുന്നു, ഇയാൾ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു പ്രതി പെട്ടെന്ന് ഒരു കൃത്യം നടത്തി പോകുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 5 പേരെ കൊലപ്പെടുത്തിയ പ്രതികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഒരു അമിതിനെ പോലെ ഒരു വ്യക്തി, പ്രത്യേകിച്ച് അവിടെ പരിചയമുള്ള ഒരു വ്യക്തി, ആ വീടിന്റെ ഓരോ മൂലയും മുക്കും കോണും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഒരു കൊലപാതകം നടത്തി. അഫാനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ഈ പറഞ്ഞ ദൃക്സാക്ഷികളില്ല. ഇതിൽ പോലും ഒരു സംശയമുണ്ട്, ഇത് അഫാൻ തന്നെയാണോ ചെയ്തതെന്ന്. ഉമ്മ ഷെമി പോലും പറയുന്നുണ്ട് അഫാൻ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ സംശയിക്കുന്നുണ്ടോ, മറ്റാരുടെയെങ്കിലും പ്രേരണ ഇതിലുണ്ടായിരുന്നോ, മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അഫാനെ സംബന്ധിച്ചോളം സാമ്പത്തിക ബാധ്യതകളായിരുന്നു പ്രശ്നം. പക്ഷെ ഇവിടെ അതല്ല, ഇതൊരു വ്യവസായ പ്രമുഖനാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ദാരുണമായി മകൻ കൊല്ലപ്പെട്ടു. അതിന്റെ പ്രതികളെ കണ്ടെത്താനായി വളരെയധികം തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫോണുകൾ അടക്കമെടുത്ത് ഇവിടെ നിന്ന്, അതായത് DVRുമായി ഈ പ്രതി കിടക്കുകയാണ്. അവിടെ ഒരു മോഷണ ശ്രമമോ അല്ലെങ്കിൽ പകരം വീട്ടാനാണെങ്കിൽ എത്രയധികം തെളിവുകൾ അവശേഷിപ്പിച്ച അമിത് എന്തിനാണ് ആ വീട്ടിലുള്ള DVRുമായിട്ട് കടന്നു കളയണം? എന്തായിരുന്നാലും വരുന്ന വഴിയിലൊക്കെ തന്നെ ഓട്ടോ ഡ്രൈവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്യാമറ, അതായത് റെയിൽവേ സ്റ്റേഷനിലെ CCTVയിൽ എന്തായാലും പതിയും. അപ്പൊ ആ വരുന്ന ഏരിയയിലൊക്കെയുള്ള വിഷ്വൽസ് എല്ലാം പതിയുമെന്ന് തീർച്ചയായിട്ടും അമിതിന് അറിയാം. അത് പതിയാൻ വേണ്ടി തന്നെയാണ് അമിത് അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം നടന്നത്. അപ്പൊ ഇത്രയേറെ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ട് പിന്നെ എന്തിനാണ് ആ വീട്ടിലുള്ള 3 മൊബൈൽ ഫോണുകളും DVRുമായി പ്രതി മുങ്ങിയത്? അതൊരു സംശയം തന്നെയല്ലേ? തെളിവ് നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? അതായത് അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനാ തെളിവിനെ നശിപ്പിക്കണം? ഇവിടങ്ങളിലെല്ലാം തന്നെ തെളിവ് അവശേഷിപ്പിച്ചിട്ടാണ് അത് ഓർക്കുന്നില്ലല്ലോ. പ്രധാനമായിട്ടും അമിത് ഓർക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു റീസണേ അല്ല. ഒരിക്കലല്ല, ആ പ്രതിക്ക് അറിയാം എങ്ങനെ ഒരു കൃത്യം നടത്തണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെൽ പ്ലാനിങ്ങോടുകൂടി. അതായത് അമിതിലേക്ക് ഈ ഒരു കേസ് വഴിതിരിച്ചു വിടുക, അമിതിൽ ഈ ഒരു അന്വേഷണം സ്റ്റോപ്പ് ചെയ്യുക. അതായത് അമിത് എന്ന് പറയുന്ന ഒരു പ്രതിയെ പിടികിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടിസ്ഥാനമാക്കി പല അന്വേഷണവും നടക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു വഴിതിരിച്ചു വിടാ, അതായത് ഈ കേസിന് വഴിതിരിച്ചു വിടാതിരിക്കാനായി അമിതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമിതിനെ മാത്രം പ്രതിയാക്കി ആ കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ വിദഗ്ധമായ ഒരു ടീം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. അമിതിനെ അതായത് അമിതിന് വേണ്ട പരിശീലനങ്ങൾ, അമിത് ഇങ്ങനെ ചെയ്യുക, ഈ ഒരു ടൈമിലേക്ക് പോവുക, ഈ ഒരു ടൈമിൽ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ അകത്തേക്ക് കയറാനായി ആ വീട്ടിനുള്ളിലേക്ക് സഹായിക്കുക, ഇത്തരത്തിൽ പല കാര്യങ്ങളുമായിരിക്കാം ഈ അമിതിന് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. ഈ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം വിജയകുമാറിനെയും ഭാര്യയും വിവസ്ത്രരാക്കിയിരുന്നു. അത് പറഞ്ഞത് അതായത് വിജയകുമാറിനോടുള്ള ദേഷ്യത്തില് നാട്ടുകാരൊക്കെ വന്നു കാണുമ്പോൾ ഇത്തരത്തിൽ അയാള് കിടക്കുന്നത് നാട്ടുകാരൊക്കെ കാണണം എന്ന് കരുതിക്കൊണ്ടാണ്. അത്തരത്തിൽ ഒരു ചിന്താഗതിയുള്ള ഒരു പ്രതി ഇത്തരത്തിൽ ഇവരെ വിവസ്ത്രരാക്കി തന്റെ പ്രതികാര ബുദ്ധി പോലീസിനോട് പറയുന്ന പ്രതിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം പോലീസിന് മുന്നിൽ താൻ എന്തുകൊണ്ടാണ് തനിക്ക് ഇത്രയും വൈരാഗ്യം വന്ന കാര്യം എന്ന് പോലീസിന് മുന്നിൽ അതിന് ബോധിപ്പിക്കണം. ആ ഒരു ബോധിപ്പിക്കലാണ് ഇവിടെ ഇത്തരത്തിൽ, അതായത് തനിക്ക് ഇത്രയും പകയുണ്ട്, എന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ മരിച്ചുപോയി, തന്റെ ഭാര്യയ്ക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ സാധിച്ചില്ല, പരിചരിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ തങ്ങൾ ജോലി ചെയ്തപ്പോൾ ആ ശമ്പളം ഒന്നും കിട്ടിയിരുന്നില്ല, ഇതൊക്കെ പിടിച്ചു വെച്ചു, തന്റെ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും വൈരാഗ്യമുണ്ട് എന്ന് കരുതി ആ ഒരു ഇത് തന്നെയാണ്, വ്യക്തിവൈരാഗ്യം മാത്രമാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനപ്പുറം മറ്റൊന്നുണ്ട്. നമ്മുടെ സംശയം എന്ന് പറയുന്നത് പോലും ഈ ഗൗതമിന് മാരകമായ മുറിവാണ് സംഭവിച്ചിരിക്കുന്നത്, മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അത് ചെയ്തത് ആരാണ്? ആ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കൊല്ലപ്പെടുന്നത്. ആ വീട്ടിൽ നിന്ന് ആ 3 ഫോണുകളിൽ ഒരു ഫോണ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മറ്റതൊക്കെ എവിടെയാണ്? അതൊരു അതിനകത്ത് നിർണായകമായ എന്തെങ്കിലും ദൃശ്യങ്ങളോ ചാറ്റുകളോ മറ്റു തെളിവുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നത് തീർച്ചയായിട്ടും ഇനി അത് കണ്ടെത്തിയതിനു ശേഷം അതിൽ പല പരിശോധനകളൊക്കെ വേണ്ടി വരും. അത്തരത്തിൽ പല കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ DVR പോലും ഈ പരിശോധനാ സാമ്പിളൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് ഒക്കെ ഇനി വരാനുണ്ട്. അതിൽ ഈ അമിത് മാത്രമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിനി വരും മണിക്കൂറിലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പല കാര്യങ്ങളും ഇതിനുണ്ട്. അതായത് വമ്പൻ സ്രാവുകൾ തന്നെയാണ് പല തെളിവുകൾ നിരത്തി ഇത് അമിതാണ് കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ അമിത് തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള ഒരു രീതിക്ക് ആ കേസിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നതെന്നാണ് പല സൂചനകളും പറഞ്ഞു വെക്കുന്നത്. പക്ഷെ പോലീസ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കേസിന്റെ ഒരു പ്രധാന വെല്ലുവിളി ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തൊരു കൊലപാതക ഒരു കേസാണിത്. ഇത് മുന്നോട്ട് പോകുന്നത് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ഈ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൃക്സാക്ഷി ഉണ്ടല്ലോ, ഓട്ടോക്കാരൻ ഇപ്പൊ ദൃക്സാക്ഷി. കൊലപാതകത്തിന് കൊലപാതകം മീൻസ് ഇപ്പൊ ഈ കൃത്യം നടത്താൻ പോയത് അമിതാണ് അല്ലെങ്കിൽ അയാളാണ് കൊലപാതകം നടത്തിയത് എന്നതിനോട് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാരൻ. കാരണം അയാളുടെ ഓട്ടോയിൽ കയറിയതാണ്, അയാളാണ് ആ ഒരു ദൃക്സാക്ഷി. അയാൾ പറയുന്നുണ്ടല്ലോ എന്റെ ഓട്ടോയിലാണ് വന്നത്, ഈ സമയത്താണ് അവിടെ ഇറക്കി വിടുന്നത്, അതൊരു ദൃക്സാക്ഷിയാണ്. അപ്പോൾ മനഃപൂർവ്വം ഒരു ദൃക്സാക്ഷിനെ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. തെളിവായി ഈ പറയുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഉപേക്ഷിക്കുന്നു. ഉടൻ തന്നെ ഈ പറയുന്നത് പോലെ ഹോട്ടലിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതും ഈ സംസ്ഥാനം വിടാതെ ഇയാൾ എന്തിനാണ് ഈ തൃശ്ശൂരുള്ള സഹോദരന്റെ അടുത്ത് പോകുന്നത്? അപ്പൊ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ ഒരു അമിത് പ്രവർത്തിച്ചത് തന്നെ. പക്ഷെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അമിത് നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? അനിയന്റെ അടുത്ത് സഹോദരന്റെ അടുത്തേക്ക് പോകുന്നു, അവിടെ ഒരു ഒളിവിലിരിക്കുക, അങ്ങനെ ഒരു രീതിയിലല്ല അമിതിനെ പിടികൂടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം ഈ മൃതദേഹത്തിൽ നിന്നൊരു മുടി കിട്ടിയിട്ടുണ്ട്, അത് അമിതിന്റേതാണെന്ന് അത് അമിതിന്റെ തന്നെയാണ്. പക്ഷെ അതാണ് തെളിവുകൾ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ ചുവരിൽ പോലും പേരുകൾ എഴുതുന്നു, അമിത് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല തെളിവുകളും അങ്ങോട്ട് ഇട്ടു കൊടുത്ത് ഞാൻ തന്നെയാണ് പ്രതി, എന്നെ പിടിച്ചോളൂ, ഇതിന് വേറെ അന്വേഷണം ഒന്നും വേണ്ട എന്നുള്ള രീതിക്ക് ആ കേസിനെ അവിടെ ക്ലോസ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. എന്തായാലും വൈരാഗ്യം ഉള്ളത് കൊണ്ടാണ് മുഖം വികൃതമാക്കിയത്, വസ്ത്രം മാറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോ നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇതിനുശേഷം മകൾ എന്തായിരിക്കും ഇനിയുള്ള കാര്യത്തിൽ സ്വീകരിക്കുക, അതായത് അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനായി ആ മകൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടായിരിക്കും. സഹോദരന് നീതി കിട്ടാനും ആ സഹോദരി ഇനി എന്ത് ചെയ്യും എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ അറിയാൻ സാധിക്കും. ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസാണ്.